ഹലോ ലേണേഴ്സ്, ഇന്ന് നമുക്ക് ജൂൺ 2023 NTA UGC നെറ്റ് സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: അൻ ഓർഗനൈസേഷണൽ വിഷൻ ഷുഡ് ഇൻക്ലൂഡ്. ഒരു ഓർഗനൈസേഷൻ്റെ വിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: അൻ ഓർഗനൈസേഷണൽ ചാർട്ടർ ഓഫ് കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, എ സ്ട്രാറ്റജി ഓർ പ്ലാൻ ആൻഡ് എ വ്യൂ ഫ്രം ദ ടോപ്പ്, the source of priorities, plans and goals, a pusher into the future, and a determination and publication of what makes an organization unique. ഇവിടെ നമുക്ക് ആ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ കീ വേർഡ് എന്ന് പറയാൻ പറ്റുന്നത് ഓർഗനൈസേഷണൽ വിഷൻ എന്നൊരു വേർഡാണ്. അതാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ വേറെവർ വി സീ ദ വേർഡ് ഓർഗനൈസേഷണൽ വിഷൻ, വി ക്യാൻ കണക്ട് ഇറ്റ് ഇൻ ടു ദ വേർഡ് ഓർഗനൈസേഷൻ്റെ ആസ്പിറേഷൻ. ഓർഗനൈസേഷൻ ഫൈനലി എവിടെ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് നമുക്കിതിനെ ലിങ്ക് ചെയ്യാം. ഒന്നോ രണ്ടോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എ പറയുന്നത് എന്താണ്? ആൻ ഓർഗനൈസേഷണൽ ചാർട്ടർ ഓഫ് കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഓർഗനൈസേഷൻ്റെ കോർ വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ പറയുന്ന ഒരു ചാർട്ടർ, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആണല്ലേ? ശരിക്കും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ എ നമ്മുടെ ആൻസറിൽ വരും. ദെൻ ബി പറയുന്നത് എന്താണ്? എ സ്ട്രാറ്റജി ഓർ പ്ലാൻ ആൻഡ് എ വ്യൂ ഫ്രം ദ ടോപ്പ്. ആക്ച്വലി വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു ടോപ്പ് ലെവലിൽ നിന്ന് നോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊരിക്കലും നമ്മുടെ ഒരു സ്ട്രാറ്റജിയോ പ്ലാനോ ആയിട്ടോ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. ഓർഗനൈസേഷൻ്റെ വിഷനും മിഷനും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജി, പ്ലാൻ അതുപോലുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ ബി ഓർഗനൈസേഷൻ്റെ വിഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ബി എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബി നമ്മുടെ ആൻസറിൽ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ബിയും സിയും ഡിയും ആണ് നമ്മുടെ കയ്യിലുള്ളത്. സി പറയുന്നത് എന്താണ്? ദ സോഴ്സ് ഓഫ് പ്രയോറിറ്റീസ്, പ്ലാൻസ് ആൻഡ് ഗോൾസ്. ഓർഗനൈസേഷൻ്റെ പ്രയോറിറ്റീസ്, പ്ലാൻസ്, ഗോൾസ്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് അതും നമ്മൾ നോക്കുന്നില്ല അല്ലേ. ഓർഗനൈസേഷൻ്റെ വിഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ എവിടെ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്ലാൻസും നമ്മുടെ പ്രയോറിറ്റി, അതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ അവിടെ നോക്കുന്നില്ല. എവിടെ എത്തിച്ചേരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനാണ് നമ്മൾ ആക്ച്വലി അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സോഴ്സിനെ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ സിയും നമ്മുടെ ഓപ്ഷനിൽ വരുന്നൊരു കാര്യമല്ല. അപ്പം അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യം സിമ്പിളാണ്. ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നോക്കാം ഡി എന്താ പറയുന്നത്? പുഷർ ഇൻ ടു ദ ഫ്യൂച്ചർ. അങ്ങനെയല്ലേ? ഇപ്പം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഫൈനൽ ഔട്ട്കം, നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു വിഷൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദെൻ ഈ പറയുന്നത് എന്താണ്? എ ഡിറ്റർമിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് വാട്ട് മേക്സ് ആൻ ഓർഗനൈസേഷൻ യൂണിക്. എഗെയിൻ ഓർഗനൈസേഷൻ്റെ യൂണിക് ആയിട്ട് നടത്തുന്ന ഒരു കാര്യം എന്താണ്, അതും അതിനകത്ത് ഓർഗനൈസേഷൻ്റെ വിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, താങ്ക് യു.